ഹായ് കൂട്ടുകാരെ, ഇത് വയണ മരമാണ്. എടണ എന്നും ഇലമംഗലം എന്നും അറിയപ്പെടുന്നു. എൻ്റെ തൊടിയിൽ ഇത് 3 ഉണ്ട്. 3 മരമുണ്ട്. ഇതിൻ്റെ ഇലയിൽ ഉണ്ടാക്കുന്ന അപ്പത്തിനൊരു പ്രത്യേക മണമാണ്, ഔഷധ ഗുണവുമാണ്. ഞാൻ ഇന്ന് ആ ഇല വെച്ചിട്ട് ചക്ക വരട്ടിയത് ഉപയോഗിച്ചിട്ടൊരു അപ്പമാണ് പരിചയപ്പെടുത്തുന്നത്, പൂച്ചപ്പം. ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 5 അച്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ്. അതിലേക്ക് ഈ ചക്ക വരട്ടി വെച്ചത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിക്കണം. ഈ ഒരു പാത്രം എടുത്ത് 1 ഗ്ലാസ് അളവിൽ റവയും 1 ഗ്ലാസ് അളവിൽ അരിപ്പൊടിയും ഒപ്പം ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അപ്പത്തിന് നല്ല രുചിയാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത് കഴിക്കാൻ. ഞാൻ വരട്ടി വെച്ച ചക്കയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു അരമുറി നാളികേരം, തേങ്ങാക്കൊത്ത്, നെയ്യിൽ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു തിളപ്പിച്ചെടുത്ത ചക്ക വരട്ടിയതും ശർക്കരയും കൂടി തിളപ്പിച്ചെടുത്ത വെള്ളം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. 4 ഏലക്കായും ചേർത്ത് കൊടുത്തു. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറിയ ശേഷമേ അരച്ചെടുക്കാവൂ. ഇത് കുമ്പിൾ കുത്തി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ ഇല ഈർക്കിലുണ്ട്, നല്ല ശുദ്ധമായ ഈർക്കിലായിരിക്കണം. എല്ലാ ഇലകളും ഇങ്ങനെ കുത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ മാവ് നിറയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാ ഇത് അരച്ചെടുത്തപ്പോൾ കുറുകി വന്നിട്ടുണ്ട്, ശർക്കര പാനിയും ചക്ക വരട്ടിയതും. ഇനി അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കിയെടുക്കണം. അത്യാവശ്യം ഇത് ലൂസായിരിക്കണം, അല്ലെങ്കിൽ അപ്പത്തിന് കട്ടിയേറും. ഇത് കുറേ ദിവസം കേടുവരാതിരിക്കുന്ന അപ്പമാണ്. വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പോലെ എല്ലായിടവും ഇളകി വരത്തക്ക വിധം വേണം ഇത് ഇളക്കി കൊടുക്കാൻ. മുഴുവനായും ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനൊരു പരുവാവുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൽ തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ട് നല്ല രുചിയായിരിക്കും. ഒരുപാട് വെള്ളമാകാൻ പാടില്ല, ഒരുപാട് കുറുകാനും പാടില്ല. ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയ ശേഷം ഓരോന്നായി നമുക്ക് ഓരോ കുമ്പിളപ്പമായി നമുക്കിത് ആക്കിയെടുക്കാം. ഇവിടെ ഒരു ചെറിയ ഓട്ട വെച്ചിട്ടുണ്ട് ഞാൻ. ആ ഓട്ടയിലേക്ക് ഇതിൻ്റെ വാല് ഇങ്ങനെ തിരുക്കി കൊടുക്കണം. അപ്പോൾ ഈ മാവ് പുറത്തോട്ട് പോവില്ല. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ അടഞ്ഞിരിക്കുകയും ചെയ്യും. ഒഴുകി പോകാത്ത വിധത്തിലാവണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പ്രത്യേകം പറയട്ടെ. ഇനി ഇത് നമുക്ക് ആവി കയറ്റി എടുക്കാം. 10 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. 10-15 മിനിറ്റ് ഇഡ്ലിച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് നമുക്കിത് ആവി കയറ്റി എടുക്കാം, വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രുചിയുമാണ് കഴിക്കാൻ. ഞാൻ 10 മിനിറ്റ് ഇത് വേവിക്കാൻ പോവുകയാണ്. നമുക്കിതിൻ്റെ അളവ്, എണ്ണം എത്ര വേണമെങ്കിലും ആക്കിയെടുക്കാം, മാവ് ഇടുന്നതിനനുസരിച്ച്. ഞാനിത് വലുത് തന്നെയാണ് ഉണ്ടാക്കിയത്, ഓരോ തവി കോരി ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് നല്ല പരുവത്തിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയാണിതിന്, മണവും. ഇങ്ങനെ കോണായിട്ട് പൂച്ചയുടെ ചെവി പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് പൂച്ചപ്പം എന്ന് പേര് വന്നത്. റവ വറുത്ത് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ലൂസായി പോകും വല്ലാതെ. റവ നന്നായിട്ട് വറുത്ത് കോരിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഈ കോല് ഞാൻ ഊരിക്കളഞ്ഞു, അതായത് ഈർക്കിൽ. ഇനി ഇത് തുറന്നു നോക്കാം. ആഹാ, സൂപ്പർ മണമാണിതിന്. ഈ ഇല വേണമെങ്കിൽ നമുക്ക് വീണ്ടും അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. മാവ് ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും നമുക്കിതിൽ തന്നെ അപ്പം ചുട്ടെടുക്കാം. ഞാനിത് ഉപയോഗിക്കുന്നില്ല, കാരണം എൻ്റെ തൊടിയിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇങ്ങനൊരു ഭംഗിയുള്ളൊരു പരുവത്തിലായിട്ടുണ്ട്. നമുക്കിത് ഇളം ചൂടോടുകൂടി കഴിക്കാം. ഇത് ചൂടാറും തോറും രുചി കൂടി വരും.